തമിഴ്നാട് നിയമസഭയിലെ 234 മണ്ഡലങ്ങളിലേക്കും പശ്ചിമബംഗാളിലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട 152 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിശ്ചയിച്ചിരുന്ന സമയപരിധി ഇന്നലെ വൈകുന്നേരത്തോടെ അവസാനിച്ചതോടെ ഇരു സംസ്ഥാനങ്ങളും ഇപ്പോൾ നിശബ്ദ പ്രചാരണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വീട് തോറുമുള്ള സമ്പർക്കം, ചെറു കൂട്ടായ്മകൾ, പ്രാദേശിക നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ എന്നിവ വഴിയാണ് രാഷ്ട്രീയ കക്ഷികൾ അവസാന നിമിഷ വോട്ടെടുപ്പ് ശ്രമങ്ങൾ തുടരുന്നത്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് മുഴുവൻ 234 സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നത്. എന്നാൽ പശ്ചിമബംഗാളിൽ 2 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ്. ശേഷിക്കുന്ന 142 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 29-നാണ് നടക്കുക. പശ്ചിമബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ വടക്കൻ ബംഗാൾ, പശ്ചിമബംഗാൾ, ദക്ഷിണ ബംഗാൾ മേഖലയിലെ 16 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 152 മണ്ഡലങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിർത്തി ജില്ലകൾ, ഗ്രാമപ്രദേശങ്ങൾ, നഗരപരിസരങ്ങൾ, വ്യവസായ മേഖലകൾ, ന്യൂനപക്ഷ സ്വാധീനമുള്ള പ്രദേശങ്ങൾ തുടങ്ങി വ്യത്യസ്ത സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഇതോടെ ആദ്യഘട്ടം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് നന്ദിഗ്രാം, ബെഹ്റാംപൂർ, ജൽപൈഗുരി, മാൽഡ, ഹൗറ, പൂർബ മേദിനിപൂർ, മുർഷിദാബാദ് എന്നിവിടങ്ങളിലെ ഫലങ്ങൾ രാഷ്ട്രീയപരമായി ഏറെ ശ്രദ്ധിക്കപ്പെടുന്നവയായിരിക്കും. തമിഴ്നാട്ടിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. സാധാരണയായി DMK, അണ്ണാ DMK എന്ന 2 പ്രധാന രാഷ്ട്രീയ ധ്രുവങ്ങൾക്കിടയിലാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ മൂന്നാം ശക്തിയായി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രികഴകം അഥവാ TVK ശക്തമായ സാന്നിധ്യം പ്രകടിപ്പിച്ചതോടെ മത്സരത്തിന് കൂടുതൽ ചൂടേറി. സിനിമാ രംഗത്തു നിന്നുള്ള ജനപ്രീതി രാഷ്ട്രീയത്തിലേക്ക് മാറ്റാൻ വിജയ് ശ്രമിക്കുന്നതും യുവാക്കളിലും ആദ്യ വോട്ടർമാരിലും TVK സ്വാധീനം വർദ്ധിക്കുന്നതുമാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ സങ്കീർണമാക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK നേതൃത്വം നൽകുന്ന മതേതര പുരോഗമന സഖ്യം ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിയാണ് വോട്ടർമാരെ സമീപിച്ചത്. സ്ത്രീകൾക്കായുള്ള സൗജന്യ ബസ് യാത്ര, വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം, വീട് തോറുമുള്ള ക്ഷേമ പദ്ധതികൾ, തൊഴിൽ പരിശീലന പദ്ധതികൾ, സർക്കാർ സ്കൂളുകളുടെ നവീകരണം, ആരോഗ്യരംഗത്തെ വികസനം തുടങ്ങിയവയാണ് DMK പ്രധാനമായും ഉയർത്തിക്കാട്ടിയത്. ഇതോടൊപ്പം വീണ്ടും അധികാരത്തിലെത്തിയാൽ കൂടുതൽ സൗജന്യങ്ങളും ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിക്കുമെന്ന വാഗ്ദാനവും DMK മുന്നോട്ട് വെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ, അണ്ണാ DMK നേതാവ് എടപ്പാടി കെ പളനിസ്വാമി എന്നിവർ നിരവധി പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. PMK, തമിഴ് മാനില കോൺഗ്രസ്, മറ്റു ചില പ്രാദേശിക പാർട്ടികൾ എന്നിവയും NDA സഖ്യത്തിന്റെ ഭാഗമാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഘടകമായി മാറി. 234 മണ്ഡലങ്ങളിലും TVK സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് ഔദ്യോഗികമായി എത്തിയ ശേഷം വിജയ് നേരിടുന്ന ആദ്യ വലിയ തെരഞ്ഞെടുപ്പാണിത്. പ്രചാരണത്തിൽ പ്രധാനമായും DMK സർക്കാരിനെതിരെയാണ് വിജയ് വിമർശനം ഉന്നയിച്ചത്. അഴിമതി, തൊഴിലില്ലായ്മ, യുവാക്കളുടെ നിരാശ, ഭരണകൂടത്തിന്റെ അകലം, രാഷ്ട്രീയ കുടുംബാധിപത്യം എന്നിവയാണ് TVK പ്രധാനമായും ഉന്നയിച്ചത്. സിനിമാ ആരാധകരെയും യുവാക്കളെയും വലിയ തോതിൽ പ്രചരണത്തിലേക്ക് ആകർഷിക്കാൻ വിജയ്ക്ക് സാധിച്ചു. വലിയ ജനക്കൂട്ടങ്ങളാണ് വിജയുടെ റോഡ് ഷോകൾക്കും പൊതുയോഗങ്ങൾക്കും എത്തിയിരുന്നത്. എന്നാൽ ഈ ജനപിന്തുണ വോട്ടായി മാറുമോ അതോ മറ്റു മുന്നണികളുടെ വോട്ടുകൾ ചിതറാൻ മാത്രമേ കാരണമാവുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ TVK മത്സരിക്കുന്നതിലൂടെ DMKക്കും അണ്ണാ DMKക്കും ഒരുപോലെ നഷ്ടമുണ്ടാകാം. എന്നാൽ നഗരമേഖലകളിലും യുവാക്കൾ കൂടുതലുള്ള മണ്ഡലങ്ങളിലും TVKക്ക് താരതമ്യേന കൂടുതൽ സ്വാധീനം ഉണ്ടാകാമെന്ന വിലയിരുത്തലുണ്ട്. പശ്ചിമബംഗാളിൽ 2011 മുതൽ തുടർച്ചയായി അധികാരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP ഇത്തവണയും പ്രചരണം നടത്തിയത്. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായ സംഘടനാപരമായ ഒരുക്കമാണ് BJP നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നിരവധി കേന്ദ്രമന്ത്രിമാർ എന്നിവരെ ഉൾപ്പെടുത്തി BJP വ്യാപക പ്രചരണം നടത്തി. മമതാ ബാനർജി സർക്കാരിനെതിരെ അഴിമതി, അധ്യാപന നിയമന വിവാദം, കൽക്കരി കന്നുകാലി കടത്ത ആരോപണങ്ങൾ, സ്ത്രീ സുരക്ഷ, ന്യൂനപക്ഷ പ്രീണനം, രാഷ്ട്രീയാക്രമം എന്നിവയാണ് BJP പ്രധാന ആയുധമാക്കിയത്. പരിവർത്തൻ എന്ന മുദ്രാവാക്യത്തോടെയാണ് BJP വോട്ടർമാരെ സമീപിച്ചത്. മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും തങ്ങളുടെ ക്ഷേമ പദ്ധതികളെ മുൻനിർത്തിയാണ് പ്രചാരണം നയിച്ചത്. ഇരു സംസ്ഥാനങ്ങളിലും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് അക്രമ സാധ്യത കൂടുതലുള്ളതിനാൽ കേന്ദ്രസേനയുടെ വലിയ സാന്നിധ്യമുണ്ടായിരിക്കും. അതിർത്തി പ്രദേശങ്ങളിലും രാഷ്ട്രീയമായി അതീവ സംഘർഷമുള്ള മണ്ഡലങ്ങളിലുമായി പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും സംസ്ഥാന പോലീസിനൊപ്പം കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. പണവും സമ്മാന വസ്തുക്കളും വിതരണം ചെയ്യുന്നത് തടയാൻ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ വാർത്തകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ DMK വീണ്ടും അധികാരം നിലനിർത്തുമോ, അണ്ണാ DMK BJP സഖ്യം തിരിച്ചുവരുമോ, അല്ലെങ്കിൽ TVK നിർണായക ശക്തിയായി ഉയരുമോ എന്നതാണ് പ്രധാന ചോദ്യം. അതേസമയം പശ്ചിമബംഗാളിൽ മമതാ ബാനർജി വീണ്ടും അധികാരത്തിലേക്കുള്ള വഴി തുറക്കുമോ, BJP
ശക്തമായ വെല്ലുവിളി ഉയർത്തുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് ഇടതുമുന്നണി ചില പ്രദേശങ്ങളിൽ തിരിച്ചുവരവിന്റെ സൂചന നൽകുമോ എന്നതും ശ്രദ്ധേയമാണ്. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഇരു സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ആദ്യപടി പൂർത്തിയാകും. ഫലങ്ങൾ ദേശീയ രാഷ്ട്രീയത്തെയും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള മുന്നൊരുക്കങ്ങളെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.